കുഞ്ഞു ചോറൊക്കെ കഴിക്കാനും മടി കാണിക്കുന്നുണ്ടോ? എങ്കിലും ഇതേ ഹെൽത്തി വെജിറ്റബിൾ എഗ് റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. എന്റെ ആദ്യകൂട്ടം കണ്ടു ഓടി വന്ന് കഴിക്കുന്നത് അവൻ ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ്. ഇതേ സത്യം പറഞ്ഞാല് ഇതൊരു തട്ടിക്കൂട്ട് റെസിപ്പിയും കൂടാണ്. കാരണം ഉണ്ടല്ലോ, കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഈ വെള്ളപ്പൊക്ക സാഹചര്യം കാരണം വീട്ടിൽ തന്നെ കുടുങ്ങി പോയായിരുന്നേ. ഒരു ദ്വീപിലാകപ്പെട്ട പോലായിരുന്നു. വീട്ടിലോട്ടൊന്നും വെള്ളം കയറിയില്ല, പക്ഷെ 4 പാടും വെള്ളമായിരുന്നു. പുറത്തോട്ട് പോകാനോ സാധനങ്ങൾ വാങ്ങിക്കാനോ അതിനൊന്നും പറ്റത്തില്ലായിരുന്നു. കറണ്ടും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്കൊന്നും സ്റ്റോക്ക് ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് വീട്ടിലുണ്ടായിരുന്ന അവസാനത്തെ വെജിറ്റബിൾസ് ഒക്കെ വെച്ച് ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് റെസിപ്പി ആയിരുന്നു ഇതേ. അപ്പൊ ആദ്യം ഞാൻ കുറച്ച് ബസ്മതി റൈസ് കഴുകി കുതിർത്ത് ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തു. അതിന്റെ കൂട്ടത്തില് അവസാനത്തെ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, കോവയ്ക്ക, ചെറിയുള്ളി ഇത്രയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ഒരു നുള്ള മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് ഞാൻ കുക്കറിലൊന്ന് വേവിച്ചെടുത്തു. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്താലുണ്ടല്ലോ കുറെ നമുക്ക് സമയമൊക്കെ ലാഭിക്കാം. ചോറ് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചു. അതുപോലെ തന്നെ വെജിറ്റബിൾസ് വെന്തപ്പോൾ ഞാൻ അതും ഒന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ ഒരു മുട്ടയും കൂടെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചേ. അതിനുശേഷം ഞാൻ ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ചൂടാക്കി അതിലോട്ട് വേവിച്ച വെജിറ്റബിൾസും സ്ക്രാമ്പിൾഡ് എഗ്ഗും പിന്നെ കുറച്ച് ഉപ്പും കുരുമുളകും ഒക്കെ ചേർത്ത് നല്ലപോലെ ഇളക്കി. പിന്നെ അതിലോട്ട് വേവിച്ച ചോറും കൂടെ ചേർത്ത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അത്രേ ഉള്ളൂ, നമ്മുടെ ഹെൽത്തി വെജിറ്റബിൾ എഗ് റൈസ് റെഡി. തട്ടിക്കൂട്ട് റെസിപ്പി ആയിരുന്നെങ്കിൽ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ള റെസിപ്പി ആയിരുന്നു. കുഞ്ഞുങ്ങൾക്ക് പ്ലെയിൻ റൈസ് കൊടുക്കുന്നതിൽ എത്രയോ നല്ലതല്ലത് ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ ആക്കി കൊടുക്കുന്നത്. എന്തായാലും ആദ്യക്കൂടെ ഇത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇതിന്റെ കൂടുതൽ തൈര് ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു, പക്ഷെ എന്റെ അടുത്ത് അതില്ലായിരുന്നു. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ സിമ്പിൾ ബേബി റെസിപ്പീസിനായിട്ട് അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.